ജോർജ് ജോസഫ്, ഇവിടെ നിലവിൽ ഈ ഭീകരപ്രവർത്തനം ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പേരിലേക്ക് മാറുകയാണ്. ഈ ഭീകരർ അപ്പോഴും കൂടുവിട്ട് കൂടുമാറുന്ന ഒരു പ്രവണത പോലെയാണ് കേരളത്തിൽ നടക്കുന്നത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെയൊക്കെ തന്നെ സിമി പിന്നീട് PFI ആകുന്നു, NDF PFIയിലേക്ക് വരുന്നു, PFI നിരോധിക്കുന്നു, SDPIയിൽ കൂടുതൽ PFI പ്രവർത്തകരെല്ലാം തന്നെ കൂട്ടായ ഒരു പ്രവർത്തനം നടത്തുന്നു, അവരുടെ നയങ്ങൾ രൂപീകരിക്കുന്നു. എന്തായാലും ഇതിങ്ങനെ നിർബാധം തുടരുകയാണ്. എന്തായാലും കേന്ദ്ര ഏജൻസികൾ വളരെ ശക്തമായ നിരീക്ഷണം തന്നെയാണ് ഇതിൽ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ED കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അവിടെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് SDPIയുടെ നയം എന്നുള്ളത്. അവിടെ PFIയുടെ സ്വാധീനവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ സംവിധാനം ഒരുപക്ഷെ SDPIക്ക് മേൽ ഒരു കടുത്ത പിടിമുറുക്കത്തിലേക്ക് അല്ലെങ്കിൽ നിരോധനത്തിലേക്ക് തന്നെ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ കാര്യമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സംഘടനയാണ് ഇന്ത്യയിൽ. അവരുടെ അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സാംസ്കാരികമായ രംഗമായി അവർ SDPIയെ ദേശീയ തലത്തിൽ കൊണ്ടുവന്നു. അവർ പോപ്പുലർ ഫ്രണ്ടിലെ അംഗങ്ങൾ പലരും SDPIയുടെ ഭാരവാഹികളായിട്ട് വന്നു. ഇപ്പം SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇതേപ്പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. SDPIയുടെ പ്രവർത്തന മേഖലകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞപ്പം അവർ ചെയ്ത രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ പലതും SDPI എന്ന സാംസ്കാരിക സംഘടനയിലെ കൂടെ കൊണ്ടു നടക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടുകൂടി SDPIയുടെ പ്രവർത്തന മേഖല മങ്ങലേറ്റു എങ്കിലും രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. ഇപ്പോഴത്തെ ഈ അറസ്റ്റ് തന്നെ അതിലേക്ക് വീണ്ടും NIA ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളെല്ലാവരും രംഗത്ത് വന്നിരിക്കുന്നു. റോയും അതുപോലെ തന്നെ IBയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. വിദേശത്തു നിന്ന് പല രീതിയിൽ ഇന്ത്യയിലേക്ക് പണം ഒഴുകുന്നത് ഈ സംഘടനയ്ക്ക് വേണ്ടിയാണ് എന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സംഭവം ഇന്ത്യ വളരെ കരുതലോടെയാണ് ആദ്യം മുതൽ 2016 മുതലെങ്കിലും നോക്കി കാണുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഏകദേശം നമുക്കറിയാം ഈ ISISലൊക്കെ അഫ്ഗാനിസ്ഥാനിലും മറ്റും കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരെ നമ്മൾ മറന്നു പോകരുത്. ഏകദേശം 21ഓളം പേരാണ് ഇവിടെ നിന്ന് പോയത്. അതിൽ 4 പേര് മുസ്ലിം അല്ലാത്ത പെൺകുട്ടികൾ, 2 ക്രിസ്ത്യൻസും 2 ഹിന്ദു പെൺകുട്ടികളും അവർ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി നമ്മൾ കണ്ടു. അതുപോലെ കണ്ണൂരിലെ 2 മുസ്ലിം പെൺകുട്ടികളെ അവരെ NIA അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്ത് ഡൽഹി കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. അവർ ദുബായിൽ പഠിച്ചവരാണ്, മാതാപിതാക്കൾ ദുബായിലാണ്. പിന്നീട് അവർ കണ്ണൂരിൽ വന്നിരുന്ന് അവർ അതിൽ ഇൻസ്റ്റഗ്രാമിൽ കൂടെയും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയയിൽ കൂടി ISന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയത് NIA. അതോടുകൂടി അവരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് ഡൽഹി കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത വിവരം നമ്മൾ മറന്നു പോകരുത്. ഇവരുടെ പ്രവർത്തന മേഖലകൾ കേരളത്തിൽ ഇപ്പോൾ അത്ര സജീവമല്ല. കേരള പോലീസ് വളരെ അലർട്ടാണ്, അതുപോലെ NIA IB എല്ലാം വളരെ അലർട്ടാണ് ഈ കാര്യത്തിൽ. എങ്കിലും അടുത്ത കാലത്ത് ഏറ്റവും നമ്മളെ ഞടുക്കിയൊരു സംഭവം ഉണ്ടായി പാറശാലയിൽ. അവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിലെ അംഗമായിരുന്ന അല്ലെങ്കിൽ SDPIയുടെ അംഗങ്ങളായിരുന്ന 2 പേര് അവിടുത്തെ ഒരു ASAയെ വെടിവെച്ച് കൊന്നു. അത് വളരെ അധികം രാജ്യത്തെ നടുക്കിക്കളഞ്ഞു. 2 പേര് എന്തായാലും അതിനകത്ത് ഉൾപ്പെട്ടവരിൽ 2 പേരെ ഉടൻ തന്നെ DIG തമിഴ്നാടും കന്യാകുമാരി SPയും അവിടുത്തെ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അവർ തൗഫിക്ക് എന്ന് പറഞ്ഞ ആളും ഷമീം എന്ന് പറഞ്ഞ 2 പേര് അറസ്റ്റ് ചെയ്തു. അവർ തങ്ങൾ ഈ SDPIയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ് എന്ന് DIGയുടെ അടുത്തും ആ കന്യാകുമാരി SPയുടെ അടുത്ത് അഡ്മിറ്റ് അവർ അത് കുറ്റം സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം പ്രവർത്തനങ്ങൾ രഹസ്യമായിട്ട് പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ അറസ്റ്റിന് തീർച്ചയായിട്ടും വലിയ പ്രാധാന്യമുണ്ട്. NIAയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ 3 പേരുണ്ടായിരുന്നു. കാരണം ബോംബ് സ്ഫോടനത്തിൽ എക്സ്പെർട്ടായിരുന്നു അവർ.
മുഹമ്മദ് ഷാനവാസ്, മുഹമ്മദ് റിസ്വാൻ, മുഹമ്മദ് അർഷാദ് 3 പേരെ എന്തായാലും 2/10/2013 ഡൽഹിയിൽ വെച്ച് പോലീസ് NIA അറസ്റ്റ് ചെയ്തു. അപ്പം പൊതുവേ നമ്മൾ നോക്കുമ്പം മലയാളികൾ ഇതിനകത്ത് 16 പേര് കണ്ണൂരിൽ നിന്നായിരുന്നു, 2 സ്ത്രീകൾ അവിടുന്ന്, 2 സ്ത്രീകൾ പാലക്കാട്, അങ്ങനെ 21 മലയാളികൾ ഈ കേസിന് ISനകത്ത് ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് NIAയുടെ കൈവശമുണ്ട്. കുറേ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് മലയാളികൾ വളരെയധികം ആൾക്കാർ ചേക്കേറിയിട്ടുണ്ട്. അതിനൊരു കാരണം നേരത്തെ പറഞ്ഞ പോലെ അബ്ദുൽ നാസർ മദനിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഇതിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുകയും അദ്ദേഹം പിന്നീട് ജയിലിലാകുകയും വളരെ അവശനായ ശേഷം അടുത്ത കാലത്ത് അദ്ദേഹം നാട്ടിൽ വന്ന വിവരമൊക്കെ നമുക്കറിയാം. അപ്പം രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരായി ഏത് ശക്തികളും പ്രവർത്തിച്ചാലും ശരി, ഇന്ത്യക്കാർ ഏത് ജാതിക്കാരായാലും, ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരായി നമ്മൾ ഗവൺമെൻറ്റിനൊപ്പം ചേർന്ന് നിൽക്കണം. അങ്ങനെ മാത്രമേ നമുക്കിത് നശിപ്പിക്കാൻ കഴിയുള്ളൂ, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ. ഏതായാലും ഇപ്പം അതിൻ്റെ ശക്തി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. NIAയുടെ അറസ്റ്റ് ചെയ്ത പലരും ഇപ്പം ട്രയൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈസിയുടെ അറസ്റ്റ് വളരെയധികം മുമ്പ് മുതലേ NIA ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. എങ്കിലും ഇപ്പോഴാണ് ആ അറസ്റ്റിന് സാധ്യമായതെന്നുള്ള കാര്യവും ഇപ്പം നമുക്ക് അത് വലിയധികം പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. കേരള ഹൈക്കോടതി ഈ SDPIയുടെ ഒരു നിരീക്ഷണം അന്ന് നടത്തിയിരുന്നു. കാരണം അവർ ഈ മഞ്ചേരി കാരപ്പറമ്പിലെ ഗ്രീൻ വാലി അക്കാദമിയുടെ 24 ഏക്കർ സ്ഥലവും കെട്ടിടവും 2023 NIA കണ്ടുകെട്ടിയിരുന്നു. അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വരികയും അതിനകത്ത് ചില ഡയറക്ഷൻസ് ഹൈക്കോടതി കൊടുക്കുകയും ചെയ്തിരുന്നു. അത് കണ്ടുകെട്ടിയത് കാരണം ആ പ്രവർത്തനങ്ങളെ രഹസ്യമായിട്ട് കേരളത്തിലെ കുറേ മലയാളി യുവാക്കൾ അതിനകത്ത് ഉൾപ്പെട്ടു പോയി. തീവ്രവാദ പ്രവർത്തനങ്ങൾ അവരും അതിൽ പങ്കുചേരുകയും, നമുക്കറിയാമല്ലോ അഫ്ഗാനിസ്ഥാനിലെ കുറേ പേര് 3-4 പേര് അവിടെ വെടിയേറ്റ് മരിച്ചു. IS പ്രവർത്തിച്ച് 2-3 സ്ത്രീകൾ അവിടുത്തെ ജയിലിൽ കിടന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ ഒരു സാംസ്കാരികമായ നിലവാരത്തിലേക്ക് ബന്ധപ്പെടാൻ അവർ ശ്രമിച്ചു. ഏകദേശം അവരുടെ എംബസി ഇപ്പം ഡൽഹിയിലേക്ക് തുടങ്ങിയെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് തീവ്രവാദ പ്രസ്ഥാനത്തിന് കുറച്ച് ശമനം വന്നു കഴിഞ്ഞിരിക്കും. അഫ്ഗാനിസ്ഥാൻ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനിലെ അവരുടെ എംബസി ഇവിടെ തുടങ്ങാൻ തന്നെ അനുവാദം കൊടുത്തത്. നമ്മൾ പൊതുവേ നോക്കിക്കഴിയുമ്പം NIAയുടെ ചില സ്ഫോടനങ്ങളൊക്കെ നമുക്ക് രാജ്യത്ത് കേരളത്തിൽ ഉണ്ടായി. തൃശ്ശൂർ, നമുക്ക് പാലക്കാട്, അങ്ങനെ പത്തനംതിട്ട ചില സ്ഥലത്ത്. ഇതൊക്കെ നമ്മൾ മറന്നു പോകരുത്. കാരണം അപകടം നമ്മൾ മണത്ത് ഏതായാലും NIAയുടെ പ്രവർത്തനം മൂലവും അത് കുറച്ച് ശമനം വന്നതുകൊണ്ട് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. എങ്കിലും ഇപ്പോഴത്തെ NIAയുടെ കണ്ടെത്തൽ ചില കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപ മറ്റു പല സംഘടനയെ കൂടി ഇന്ത്യയിൽ എത്തുന്നുണ്ടെന്നാണ് NIAയുടെ കണ്ടെത്തൽ. അതെ, അത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ED കോടതിയിൽ സമർപ്പിച്ചപ്പോഴും അത് വ്യക്തമാക്കിയതാണ്. കോടിക്കണക്കിന് രൂപ തന്നെയാണ് SDPI പ്രവർത്തനങ്ങൾക്കായി എത്തിയിട്ടുള്ളത്. അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അടക്കമാണ്. അതിനൊക്കെ ഒത്താശ ചെയ്തത് PFI തന്നെയാണ്. MK FIC അടക്കം അതിന് നേതൃത്വം നൽകിയിരുന്നു എന്നൊക്കെയുള്ളതാണ്. ഇതിന് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിനുള്ളിൽ ഇടതു വലതു മുന്നണികൾ ഇപ്പോഴും SDPIയെ പ്രീണിപ്പിക്കുന്ന സ്വഭാവം തന്നെയാണ്. വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു പൊതുനയം തന്നെയാണ് ഇപ്പോഴും അവർ സ്വീകരിക്കുന്നത്.